രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. നമസ്കാരം, റൈറ്റ് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇതുവരെയുള്ള പ്രധാന വാർത്തകളിലെ തലക്കെട്ടുകൾ. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം യാഥാർത്ഥ്യമായി. ഗായത്രി പുഴയിലൂടെയുള്ള കാലങ്ങൾ നീണ്ട കടത്തുയാത്രയ്ക്ക് വിരാമം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. K രാധാകൃഷ്ണൻ MPയും UR പ്രദീപ് MLAയും ചേർന്ന് നാടമുറിച്ച് പാലം നാടിന് സമർപ്പിച്ചു. ചേലക്കരയിൽ ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ബസ് തൊഴിലാളി യൂണിയന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് നടന്നത് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ. ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിയത് നിരവധി പേർ. പൊട്ടിപ്പൊളിഞ്ഞ ചേലക്കരയിലെ പുതിയ റോഡ്. പുതിയതായി ടാറിട്ട റോഡ് ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടിനിരങ്ങിയത് വെങ്ങാനല്ലൂരിൽ. റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം ക്വാറികളിൽ നിന്നുമുള്ള അമിതഭാരം കയറ്റിയ വാഹനങ്ങളെന്ന നാട്ടുകാർ. ചില ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കൂട്ടുപിടിച്ച് നിയമത്തെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുന്ന ക്വാറികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്നും പരാതി. കുളത്തിൽ വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര പുലാക്കോട് കുട്ടാടൻ പറക്കുന്നത്ത് വീട്ടിൽ പരേതനായ കറപ്പന്റെ ഭാര്യ 82 വയസ്സുള്ള കാർത്തിയായനെയാണ് മരിച്ചത്. പുലാക്കോട് അയ്യപ്പൻ കുളത്തിൽ വീണാണ് മരണം. സംഭവം ഇന്നലെ രാത്രിയോടെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മൃതദേഹം കരയ്ക്ക് കയറ്റി. ഗർഭാശയഗള ക്യാൻസറിന്റെ പ്രതിരോധത്തിനായുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിൻ പാഞ്ഞാളിൽ. പഞ്ചായത്ത് തല ഉദ്ഘാടനം പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരൂപ് ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ എടുത്ത് 14 15 വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾ. പ്രസിദ്ധമായ ചെറുതുരുത്തി കോഴിമാം പറമ്പ് പൂരം ഇന്ന്. ആഘോഷ നിറവിൽ 7 ദേശീയ കമ്മിറ്റികളും നാട്ടുകാരും. പാഞ്ഞാൾ അയ്യപ്പൻ കാവിൽ എഴുന്നള്ളിപ്പുകൾ എത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം. വൈകിട്ട് ജനങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ കൂട്ടിയെഴുന്നള്ളിപ്പും. പൂരത്തിന്റെ വർണ്ണക്കാഴ്ചകൾ റൈറ്റ് വിഷനിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിലെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ യജ്ഞം ഇന്ന് ആരംഭിച്ചു. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായി ആദ്യഘട്ടം പൂർത്തീകരിക്കും. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് നടന്നിരുന്ന കലാപരിപാടികൾക്ക് സമാപനം. 12 ദിവസങ്ങളിലായി വേദിയിലെത്തിയത് 500-ൽ പരം കലാകാരന്മാർ. സമാപന വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് ഉപഹാര സമർപ്പണവും നടന്നു. വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. ബജറ്റ് ഭവന പദ്ധതികൾക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ളത്. അവതരിപ്പിച്ചത് 27,21,21,587 രൂപ വരവും 16,41,75,000 രൂപ ചിലവും 11,28,46,587 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി ബജറ്റ് അവതരണം നടത്തി. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച ഷൊർണൂർ സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് കണയം ചെറാക്കൽ വീട്ടിൽ മൊയ്തീൻ. മണ്ണാറമ്പാറ പ്രദേശത്ത് നിന്നുമാണ് ഇയാൾ പിടിയിലായത്. മൊയ്തീനിൽ നിന്നും ഹാൻസ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രധാന വാർത്താ തലക്കെട്ടുകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.